അമ്മ എല്ലാവർക്കും വിളമ്പട്ടെ മോളെ. പാചകം മാത്രല്ല, വിളമ്പലും ഞാൻ തന്നെയാ ചെയ്യുന്നത്. എല്ലാവർക്കും ഞാൻ വിളമ്പിത്തരാം. അമ്മ ഇരുന്ന ഒരു മത്സരം കാരണമാണെങ്കിൽ പോലും പ്രിയങ്ക ഒരു ഉത്തമ കുടുംബിനിയായി. അക്കാര്യത്തിൽ ചെറിയമ്മ പക്ഷം പിടിക്കണ്ട. കൽപ്പന തീരെ മോശമൊന്നുമല്ല. എന്തായാലും കൽപ്പനയ്ക്ക് കൊടുത്ത ടാസ്ക് കൽപ്പന ജയിച്ചല്ലോ. ആ, ഇന്ന് സത്യം പറഞ്ഞ സമയം കുറച്ചേ കിട്ടിയുള്ളൂ. കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ 1-2 സ്പെഷ്യൽ വിഭവങ്ങൾ കൂടി ഞാൻ ഉണ്ടാക്കിയേനെ. മോളുണ്ടാക്കിയ ഭക്ഷണം ഇതിനു മുമ്പും കഴിച്ചിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ആരും മുൻകൂറായി ഒന്നും പറയണ്ട. എന്തായാലും വിളമ്പി കഴിഞ്ഞല്ലോ, നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. എന്താ കൽപ്പന? അമ്മ, ഇത് എന്തൊരു ഉപ്പാ ഇതിന്? ഏട്ടത്തി, മത്സരിച്ച് തോൽപ്പിക്കുകയാണെങ്കിൽ മത്സരിച്ച് തന്നെ തോൽപ്പിക്കണം. അല്ലാതെ വെറുതെ ജയിക്കാൻ വേണ്ടി കോമാളിത്തരം കാണിക്കരുത്. അതെ, ഞാൻ കാണിക്കുന്ന കോമാളിത്തരാണെങ്കിലേ ബാക്കിയുള്ളവരൊന്ന് കഴിച്ചു നോക്കട്ടെ. എന്തൊരു എരിവതിന്. ആ, ഏട്ടനെന്ത് പറയും? ഏട്ടന് കൽപ്പന എടുത്ത് ജയിക്കുന്നതാണല്ലോ ഇഷ്ടം. ഇതെന്താ മോളെ ഇത്? കറികൾക്കൊന്നും ഒരു സ്വാദില്ലല്ലോ. ആദ്യമായിട്ട് അടുക്കള കയറുന്നവര് പോലും ഇതിലും ഭംഗിയായിട്ട് കറികൾ വെക്കും. ഇത് വളരെ മോശമായിപ്പോയി. ഇവിടെ വാശിയൊക്കെ നല്ലതാ, പക്ഷേ എന്തായാലും നമുക്ക് അറിയാൻ കൂടെ വേണം. കരയണ്ട, മനുഷ്യരാവുമ്പോ ചില പാളിച്ചകളൊക്കെ പറ്റും. പറഞ്ഞേ, എന്തായാലും പ്രിയങ്കയ്ക്കും കൂടി ചേർത്ത് പുറത്തു നിന്ന് ഫുഡ് ഓർഡർ ചെയ്യും. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഇന്നത്തെ മത്സരത്തിന്റെ വിജയി കൽപ്പന. പക്ഷേ മത്സരം അവസാനിച്ചിട്ടില്ല. നാളെ നേരെ തിരിച്ച വീട് വൃത്തിയാക്കൽ പ്രിയങ്കയ്ക്കും പാചകം കൽപ്പനയ്ക്കും. ഏട്ടത്തി ജയിച്ചു എന്ന് കരുതണ്ട. സൂര്യ, ഇപ്പൊ എന്ത് പറയുന്നു? ഈ മത്സരത്തില് ഞാനായിരിക്കില്ലേ ജയിക്കുക? താൻ ജയിച്ച എനിക്ക് സന്തോഷം. പ്രിയങ്ക ജയിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം ഞാൻ ഈ കുടുംബത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാ. നമ്മുടെ കുടുംബം ഒന്നാ. അതുതന്നെ എനിക്കും പറയാനുള്ളത്. അമ്മ നടത്തുന്ന മത്സരം
മക്കൾ തമ്മിലുള്ള ഒരു വൈരാഗ്യത്തിന് കാരണമാകരുത്. ഇതൊരു ചെറിയ മത്സരം മാത്രമാണ്. ഓണവും വിഷുവൊക്കെ വരുമ്പോ കുട്ടികൾ കളിക്കുന്ന ഒരു മത്സരമില്ലേ, അതുപോലെ തന്നെയാണ് ഇത്. അതിന്റെ സമയം കഴിഞ്ഞാൽ അതങ്ങ് മറന്നേക്കണം, എന്നേക്കുമായിട്ട്. നീ ഇവിടെ നിൽക്കായിരുന്നോ? ശബ്ദം ഉണ്ടാക്കല്ലേ. ചേച്ചി വന്നത് ഇവിടെ ആരും അറിയാൻ പാടില്ല. അതെന്താ? ഞാൻ പറയുന്നൊന്ന് കേട്ടാ മതി. ആരും അറിയാതെ തിരിച്ചു പോവാൻ വേണം. പ്രിയ, നീ കാര്യം എന്താന്ന് പറ. ഇവിടെ എല്ലാവരും കൂടി എന്നെ ഒരു വലിയ പരീക്ഷണത്തിൽ എത്തിച്ചിരിക്കുക. ഇന്ന് ഈ വീട് മുഴുവൻ ഞാൻ അടിച്ചു തുടച്ച് വൃത്തിയാക്കണം. അത് ഏട്ടത്തിയോടുള്ള മത്സരോ? അതെന്താ മത്സര? ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട. ഞാൻ പറയുന്ന ജോലികളൊക്കെ അങ്ങ് ചെയ്തു തന്നാ മതി. ബുദ്ധിമുട്ടുണ്ടോ? നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ എനിക്കെന്താ ബുദ്ധിമുട്ട്? എന്നാ വാ. പിന്നൊരു കാര്യം, ശബ്ദം കേട്ട് ആരെങ്കിലും ഇറങ്ങി വന്ന് ചേച്ചിയെ ജോലി ചെയ്യുന്നെന്ന് കണ്ട അതോടെ ഞാൻ എന്നേക്കുമായി ചിലപ്പോ കണിമകളിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ ഒരു കുടുംബത്തിനകത്ത് നടത്തുവോ? എനിക്ക് വിശദീകരിക്കാനൊന്നും നേരമില്ല. ഇങ്ങോട്ട് വന്നേ. എല്ലാരും എഴുന്നേക്കുന്നതിന് മുന്നേ ചേച്ചി പണിയും തീർത്ത് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോണം. വാ, മിണ്ടാതെ വാ ഇങ്ങോട്ട്.